താത്വികാചാര്യനായ നീ എന്നെ തോപ്പിച്ചിരിക്കുന്നു സാർ. ഇനി മുതൽ നീയാണ് നമ്മുടെ താത്വികാചാര്യൻ. ഇതെന്താ ശരിക്കും എനർജി ഡ്രിങ്ക് ആണോ? എനർജി ഡ്രിങ്ക് ആണോ? ഹായ് ഗായ്സ്. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി ഹാപ്പി ഈദ് മുബാറക്. ഞങ്ങൾ നിഹാന്റെയും അഫ്രീദയും വീട്ടില് ലഞ്ചിന് പോവാണ്. അവർ നമ്മളെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാവരും നിരഞ്ജൻ, ഫെബിൻ, ചെറുനോസ്, ഞങ്ങൾ 4 പേർക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടെ നല്ല മട്ടൺ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മുമ്പ് കഴിക്കാം. ബൈ. ഈ നൂൽ പൊറോട്ടയിൽ എത്ര വട്ടം കാണും? നൂലാണല്ലേ? താത്വികാചാര്യനായ നീ എന്നെ തോപ്പിച്ചിരിക്കുന്നു സാർ. ഇനി മുതൽ നീയാണ് നമ്മുടെ താത്വികാചാര്യൻ. പൊറോട്ട 101-ൽ ഇന്നത്തെ ടോപ്പിക് പൊറോട്ടയുടെ ഗൈസ് എന്താ മേടിക്കുന്നേ? ഇതിന്റെ പേര് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. So ഇഫ്താറിന് പോകുമ്പോൾ we are gifting Afri and Nihan a box in the Pringles. അമ്മയ്ക്ക് കൊടുത്തേക്ക്. അതോ കൊടുത്തേക്ക്. എനിക്ക് പ്രൈം വാങ്ങി തരുമോ? അത് ഞാൻ അടച്ചോളൂ. ഇതിനെടുത്ത് വീശി ഫെബിനെ. എയറിലോട്ട് അങ്ങനെ ഗുണമുണ്ടോട്ടെ. അങ്ങനെ ഉണ്ടോ? അവൻ അവനൊക്കെ എന്നുണ്ടായി ഫുള്ള് ഡാർക്കായി. വലിയ തണ്ണിമത്തങ്ങയാണോ? നല്ല വലിയ ഞാനും കൊടുക്കാൻ. ഡേസ് ബോക്സ് അവരുടെ ഫാമിലിക്ക്, ഞാൻ പ്രിങ്കിൾസ് അഫ്രിക്ക്, വലിയ തണ്ണിമത്തങ്ങ നിഹാന്. വലിയ തണ്ണിമത്തങ്ങയാണോ? സോ ഗായ്സ്, നമ്മൾ നിഹാനും അഫ്രിക്ക് വേണ്ടി പാം ട്രീയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ മേടിച്ചിരിക്കുകയാണ്. നമുക്ക് കുടിക്കാൻ വേണ്ടി ഫെബിൻ അസാനാണി പ്രൈം വാങ്ങിയിരിക്കുകയാണ്. എന്താണാവോ സാധനം? ക്രിസ്ത്യാനികളുടെ ഷോപ്പട്ടി അറിയോ? ഷോപ്പട്ടിൽ ഇടുന്ന ഒരു പിങ്ക് പൂവില്ലേ, അതിന്റെ ടേസ്റ്റ്. അല്ലല്ല, പോടാ അവിടുന്ന്. ചവന്നാലിപ്പൂ റെഫ്ലഷ് അല്ലേ? ഇതെന്താ ശരിക്കും എനർജി ഡ്രിങ്ക് ആണോ? എനർജി ഡ്രിങ്ക് ആണോ? ഇതാ കേസയുടെ ഐറ്റം അല്ലേ? 100% കോക്കനട്ട് വാട്ടർ. ഞങ്ങളുടെ നാട്ടിലുള്ള കോക്കനട്ട് കറക്റ്റ് ആ പിങ്ക് പൂവിന്റെ ആ മണത്തിന് ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ പേരെന്താണ് ആ പൂവിന്റെ? അരളിപ്പൂ. അരളിപ്പൂ. അതെ, അരളിപ്പൂവിന്റെ മെറ്റാമൂൺ ഫ്ലേവർ. ഇവനെന്താ വീണ്ടും കുടിക്കുന്നത്? കൊള്ളാം. ഇവര് എക്സാജറേറ്റഡ് അത്തോട്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഇഫ്താർ ഗിഫ്റ്റ് ചെറിയൊരു പുളി അവിടെ മമ്മേനെ ഏൽപ്പിക്കണം. ഇവര് കാഴ്ച എക്സ്പ്രഷൻ എനിക്ക് തോന്നുന്നില്ലേ കേട്ടോ. എല്ലാവർക്കും കൂടെ കേൾക്കുന്നുണ്ടോ? ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട്. വെയിറ്റ് ചെയ്യും. ഇൻഗ്രീഡിയൻസ് നോക്കട്ടെ. 100% കോക്കനട്ട് വാട്ടർ. അത് നോക്കുന്നോളൂ. സ്വീറ്റ്നെസ്. ഓക്കെ, സംഭവം അറിയോ? എടാ ഇത് BC ഡബിളയാ ബേബി. അത് പറ, അതാ ഈ പ്രത്യേക ടേസ്റ്റ്. BC ഡബിൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കഴിക്കുന്ന സാധനം. നീ ഇപ്പൊ വർക്കൗട്ട് ചെയ്യുന്നില്ലല്ലോ. It was adjustable. എനിക്ക് കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇവരെത്ര എക്സ്പ്രഷൻ കാണിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. വല്ല കള്ളു വല്ല മേടിച്ചു കൊടുത്താലായിരിക്കും സെറ്റ് ആവുള്ളൂ. ഞാൻ വായിച്ചു നോക്കട്ടെ മൊത്തം. 90 രൂപ കൊടുത്ത് കുടിക്കുന്ന സാധനം ഇല്ല. ഇനി മേടിക്കത്തില്ലല്ലോ. ഒരു കഴപ്പിന്റെ
We are also planning on gifting them a വലിയ തണ്ണിമത്തങ്ങ. അപ്പൊ ഷെർവിൻ തോമസ് വലിയ തണ്ണിമത്തങ്ങ നോക്കി മേടിക്കാൻ പോയത്. അവിടെ കിട്ടാൻ ഏറ്റവും വലിയ തണ്ണിമത്തം മേടിച്ചിട്ടുണ്ട് ഗൈസ്. 7.5 കിലോ ഉണ്ട്. കൂടുതൽ കിട്ടിയാണേ, പക്ഷെ നമുക്ക് തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് കാണിച്ച് തണ്ണിമത്തങ്ങ. 7 കിലോ. ചിക്കൻ കൊടുക്കട്ടെ. ഈദ് മുബാറക്. അത് ആക്ച്വലി നിഹാനുള്ളതാ. ഈദ് മുബാറക്. ഇത്ര റൈസ് മോർ പീസ് കഴിക്കൂലേ ഇനി? പിന്നെ എത്തിയാ അവിടെ ആർക്കെങ്കിലും മസാല റൈസ് ഇത്തിരി വേണോ? We have chicken rice, salad, mutton biryani, and achar and papadam. എല്ലാരും കഴിച്ചു എണീറ്റിട്ട് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികൾ. എന്താ കഴിക്കുന്നേ? ദോശയും മട്ടൻ കറിയും. How was it? ഗുഡ്, സൂപ്പർ. മമ്മ അത് അടുത്ത ഓരോരോ വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്. രാവിലെ ദോശയും മട്ടൻ കറിയും, ദോശയുടെ പുളി, മട്ടൻ കറിയുടെ മസാല സ്പൈസസ് ആ ഫ്ലേവർ, ദോശ രണ്ടുമായില്ലേ. ഇനി മധുരത്തിന് പഴം, പഴവും നെയ്യും. പക്ഷെ കശുവണ്ടിയില്ലേ നമ്മള് ഇത് ഇവിടത്തെ ട്രഡീഷനാട്ടാ. ആലോചിച്ച് ഇങ്ങനെയൊന്നുമില്ല. ഇത് രാവിലെ തന്നെ പഴം വഴറ്റിട്ട് മേലെ പഞ്ചസാര ഇങ്ങനെ വെട്ടരും. കടിക്കല്ലേ പഞ്ചസാര ഇട്ടേരാ. ട്രിപ്പ് പോയിട്ട് അത് കാക്ക കൊണ്ട് നമുക്ക് ഇടക്ക് റഷ് പശിക്കില്ല കേട്ടാ. ടിക്കറ്റ് വെച്ച് വരും. അന്ന് ഞാൻ ഇത് മറുപടി പറഞ്ഞു. ആ കാക്കയെ നമുക്ക് കണ്ടു. നമ്മൾ എവിടെ നിന്ന് ഫോട്ടോ എടുക്കും? ശരീരം കൂളാക്കലാണ്. കുറച്ചുകൂടെ കൂട് പോകാനോ ഉദ്ദേശിച്ചത്. ചിക്കൻ വല്ല ആണെങ്കിലുണ്ടല്ലോ ഞാനിപ്പോ ഭയങ്കര വേണം. രാത്രി നേരത്തെ കഴിച്ചിട്ടില്ലല്ലോ. നമ്മളന്ന് ഫ്ലാറ്റിൽ നിന്ന് കഴിച്ചത് ഭയങ്കര മൈൽഡ് കൊതിമൂത്ത് പോയി കഴിച്ചത്. ചൂടാണ് ശരീരത്തുനിന്ന് എല്ലാ ലിപ്സിനും കൊച്ചിന് ഭയങ്കര കാര്യമാണ്. ഇവിടെ ഓരോ ടോയും നമുക്കുള്ള
സെറ്റിംഗ് ആണ് കഴിച്ചില്ല. ഞങ്ങൾ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് അങ്ങ് ഭൂമി കയറി കിടക്കുക. എന്തൊക്കെയൊക്കെ കഥ പറയണ്ടോ? ഗൈസ് ഇത് കാണാം. പുളി ഒരേ പുളി തീപ്പൊരി. നല്ല ഫുഡായിരുന്നു. കലക്കം ഫുഡ്. ആഴ്ച ഒരു ദിവസം പെരുന്നാളുണ്ടായിരുന്നു. ആഴ്ച പെരുന്നാളുണ്ടെങ്കിൽ 30 ദിവസം നോമ്പ് പിടിക്കണം. 30 ദിവസം നോമ്പ് പിടിക്കാൻ പറ്റുമോ? പെരുന്നാളില്ല. ഞങ്ങൾക്ക് പെരുന്നാള് വേണം. പെരുന്നാളായ ലീവും കിട്ടുമല്ലോ. ഓഫീസിൽ ഉറക്കാനുണ്ട്. ഫോട്ടോ എടുക്കാം. സോ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ലഞ്ചാണ് ഇവർ നമുക്ക് തന്നത്. വി ഹാഡ് ഗുഡ് ഫുഡ് ആൻഡ് വി ആർ സോ ഹാപ്പി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിരഞ്ജിറ്റയിൽ ക്യാമറ ഉണ്ടായപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടിന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. ഇരുന്ന് കുറേ കഥ പറഞ്ഞു. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ചായ വരെ കുടിച്ചു വിടുന്നു. ആൻഡ് വി ആർ പ്ലാനിങ് ഓൺ ലിവിങ് സൂൺ. അപ്പോൾ ദിസ് വാസ് ആർ ഈദ് ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാരക്. ആൻഡ് സീ യു ഗൈസ് സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ലോഗ്. 1 2 3 സവാറ്റിക്ക. Thanks a lot for coming. ഈദ് മുബാരക്. കോമഡിയാ. സപ്പോർട്ട് ചെയ്യുമ്പോഴാണെങ്കിലുണ്ടല്ലോ അപ്പൊ ശരിക്കും